ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പായൽ സെലക്ഷൻ നടത്താം. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഓൾറെഡി 2 പിക്ചേഴ്സ് ഉണ്ടാകും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം മൈൻഡിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം പായൽ നമ്പർ 1. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു ദിവസം ഒത്തിരി ഹാർഡ് വർക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേർ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് വന്നിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ബോഡി റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാലൻസിലോട്ട്, ഹീലിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേര് സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസവുമാകാം. ഓക്കെ, സ്പിരിച്വാലിറ്റി വന്നിട്ട് മെയിനായിട്ട് റിലീജിയസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠനം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം നിങ്ങൾ ഒത്തിരി മൈൻഡിലും അതുപോലെ തന്നെ ഹാർട്ട് സ്പേസിലും ഒത്തിരി ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒരു കാര്യം പറയുന്നുണ്ടാകാം, ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിലെങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാം, രണ്ടും തമ്മിൽ എങ്ങനെ ഈക്വലായിട്ട് മുന്നോട്ട് പോകാം. അതായത് എനിക്ക് എൻ്റെ മൈൻഡും ഹാർട്ടും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതുമാകാം. കുറച്ച് പേര് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1, കാറ്റ്, 2 ഫേസ്ഡ് ഫ്രണ്ട്. 2 മുഖങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മളുടെ ഫേസിൽ ഒരു കാര്യം പറയുന്നുണ്ടാകാം, നമ്മൾ ഇല്ലാത്ത സമയങ്ങളിൽ വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കാം ആ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ അതൊന്ന് കെയർഫുൾ ആകുക. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി ആണെങ്കിൽ, അതായത് അഗെയിൻ ആ ഒരു മൈൻഡ് വേറൊരു കാര്യമായിരിക്കാം ആഗ്രഹിക്കുന്നുണ്ടാകുക, ഹാർട്ട് സ്പേസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാത്തായിരിക്കാം ആഗ്രഹിക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. രണ്ടും ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ഡിസിഷൻ എടുക്കാം. കുറച്ച് പേർക്ക് ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് കുറച്ച് പേർക്ക് മനസ്സിലാകുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു വ്യക്തി ഞാൻ പാസ്റ്റിൽ ഇങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തിനെ കാണുന്ന രീതിയിൽ എനിക്ക് ഒത്തിരി ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് കാറ്റിൽ വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ആ ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സമയത്തെ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്. ചെയർ എംപ്റ്റി, സംവൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മുഖമുള്ള 2 ഫേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയോട് ലെറ്റ് ഗോ പറയാനായിട്ട് കുറച്ച് പേര് ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളറിയാതെ ആ ഒരു വ്യക്തി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. അതിൻ്റെ അറിവ്, അത് നിങ്ങൾക്ക് ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ന്യൂ എക്സ്പീരിയൻസ് ആണ്, പുതിയൊരു എക്സ്പീരിയൻസിലോട്ട് കിടക്കുന്ന ഒരു എനർജിയുമാണ്. അതായത് ഇവിടെ വന്നിട്ട് ചെയർ എംപ്റ്റി ആണ്. ആ ഒരു സ്ഥാനത്തോട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാകാം, നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പാസ്റ്റിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഈ ഒരു ദിവസം ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിലെ ഈ സ്ട്രഗിൾസ്, ഈ ഒരു വൂൺസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈൻഡ് ബോഡി സ്പിരിറ്റിൽ ഒന്ന് ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി, ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ആ ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത് അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം പൈൽ നമ്പർ 2. Nine of Swords-ന്റെ എനർജി, 6 of Swords-ന്റെ എനർജി. ഈ ഒരു ദിവസം എനിക്ക് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിലെ ട്രബിൾസ്, പാസ്റ്റിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലോട്ട് നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടാണ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കുന്നുണ്ടാകാം, കുറച്ച് പേര് ഹാർട്ട് ഹീലിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ടാകാം, കുറച്ച് പേര് പാസ്റ്റിൽ ഒത്തിരി സ്ട്രഗിൾസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് സറണ്ടറിലോട്ട് കൊണ്ടുവരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി, കുറച്ച് പേർക്ക് ഇത് ഫ്രഷ് സ്റ്റാർട്ടായിരിക്കാം, ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, പാർട്ട്ണർഷിപ്പിൽ, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, 3 of Swords-ന്റെ എനർജി, ഹാർട്ട് ബ്രേക്ക്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒത്തിരി ഡിപ്രഷൻ്റെ എനർജി, ഒത്തിരി നെഗറ്റീവ് സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ച് പേർക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അവിടെ കുറച്ചൊരു ഹീലിംഗ് എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സോറി പറയുക, ഒരു കോംപ്രമൈസിലെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം, ഇതിനെക്കുറിച്ചിട്ട് ഇനി എന്താണ് ഞാൻ മുന്നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടോ ബാക്കിൽ വന്നിട്ട് 4 of Swords-ന്റെ എനർജി. നിങ്ങളുടെ സോഡ്, നിങ്ങൾ ഇത്രയും നാളും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ വന്നിട്ട് സീക്രട്ട് അഡ്മയറർ ആണ്. നിങ്ങളെ ഒത്തിരി ഓവറായിട്ട് എന്താ പറയുക പുകഴ്ത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീക്രസി നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എന്തെങ്കിലും സീക്രറ്റ്സ് പുറത്തോട്ട് വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുക, നിങ്ങളുടെ പുറകിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു എനർജി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളോട് വന്നിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളറിയാതെ പല കാര്യങ്ങളും ചരടുവലികളും നടക്കുന്നുണ്ടാകാം. അതൊന്ന് കെയർഫുൾ ആകുക. അപ്പോൾ മുഖസ്തുതി അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിങ് എനർജി, അത് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഇൻറ്റൻഷൻസ് എന്താണ്, അത് കുറച്ചൊന്ന് ക്ലിയർ ആക്കാനായിട്ടും ശ്രമിക്കുക. ബ്ലെസ്സിങ് എന്താണ്. ഹാർട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ
ആ ഒരു ഹീലിങ്ങിൻ്റെ എനർജി, ഒത്തിരി ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എനർജി, ഒത്തിരി എഫെക്ഷൻ, ഒത്തിരി സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേരുടെ ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഗെയിൻ കുറച്ച് പേർക്ക് ഇത് പാസ്റ്റിലെ പ്രോബ്ലമാണ്. നിങ്ങൾ ഓൾറെഡി ആ ഒരു ബ്രേക്കിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഹീലിംഗ് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊരു സെൽഫ് ലവിൻ്റെ എനർജിയിൽ ഇരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ എനർജിയാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.